പോളിംഗ് സ്റ്റേഷനിൽ സ്വരാജിൻ്റെ പിതാവ് വോട്ട് ചെയ്യാൻ എത്തിയ സന്ദർഭത്തിൽ ഒരു മാപ്രയുടെ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വോട്ടവകാശം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് സ്വരാജിൻ്റെ അച്ഛനാണെങ്കിലും ശരി, സ്വരാജാണെങ്കിലും ശരി, ഇനി ആ ചോദ്യം ചോദിച്ച മാപ്രയാണെങ്കിലും ശരി. അങ്ങനെ ഇരിക്കെയാണ് സ്വന്തം സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വന്ന വ്യക്തിയോട് മാപ്ര ഈ ചോദ്യം ചോദിക്കുകയും വയറ് നിറച്ച് വാങ്ങി കൂട്ടുകയും ചെയ്തത്. ഇപ്പോൾ സ്വരാജിന്റെ അച്ഛൻ ഉണ്ട്, മകന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ എത്തിയതല്ലേ? മകന് വേണ്ടിയിട്ട് മാത്രമല്ല, മകനില്ലെങ്കിലും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിക്കാം. മകന് വോട്ട് ചെയ്യാൻ എത്തിയെന്ന് അങ്ങ് സ്വയം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് അവൻ്റേതായ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിലപാടുകളോ ഇല്ല എന്നാണോ മാപ്ര ധരിക്കുന്നത്? പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനമാണ്. ആ നിലയ്ക്ക് പിതാവായതുകൊണ്ട് പരസ്യമായി ചോദിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വരാജ് അപ്പോൾ തന്നെ ആ ചോദ്യത്തിനെതിരെയുള്ള നേരിയ പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഈ ചോദ്യവുമായി ചെല്ലുമ്പോൾ കിട്ടുന്ന മറുപടി ഇത് സ്വരാജിൻ്റേതായതുകൊണ്ടല്ല, ഏത് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട്. കാര്യം ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന വ്യക്തിയാണ്. അത് കൃത്യമായി പറയുമ്പോൾ ആ ചോദ്യം എത്രമാത്രം പാഴായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി മാറുകയാണ്. രാവിലെ വാർത്താ സ്പെഷ്യലുകൾ സൃഷ്ടിക്കാൻ പോകുമ്പോൾ അതിൽ പൈങ്കിളികൾ കൂടി കലർത്തും. അങ്ങനെ പൈങ്കിളി കലർത്തിയ ചോദ്യവുമായി ചെന്നപ്പോഴാണ് ഇമ്മാതിരി മറുപടി കിട്ടിയതും. ആ മറുപടി മാപ്രയെ ആസാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ സ്വരാജിന്റെ അച്ഛൻ ഉണ്ട്, മകന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ എത്തിയതല്ലേ? മകന് വേണ്ടിയിട്ട് മാത്രമല്ല, മകനില്ലെങ്കിലും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വരാജിൻ്റെ പിതാവ് കൂടിയാണ്. അവരൊക്കെ ഇത്തരം വിഷയങ്ങളെ കുറെ കൂടി ഷാഫി മൈൻഡിലോ രാഹുൽ മാങ്കൂട്ടം മൈൻഡിലോ അല്ല, ഗൗരവതരമായി കാണുന്നതാണ്. ഓരോ വിഷയത്തെയും സമീപിക്കേണ്ട മനോഭാവത്തിൽ സമീപിക്കുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തകനും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തും ചോദിക്കാം, എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ മതി എന്ന രീതിയിൽ ഇമാതിരി ഊള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മറുപടി നാട്ടുകാരെടുത്തിട്ട് അലക്കും. അത് തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വരാജിന്റെ അച്ഛൻ ഉണ്ട്, മകന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ എത്തിയതല്ലേ? മകന് വേണ്ടിയിട്ട് മാത്രമല്ല, മകനില്ലെങ്കിലും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്.